ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വൈജയോട് ബാലചന്ദ്രൻ മക്കളുടെ കാര്യത്തെക്കുറിച്ച് ചോദിക്കുകയാണ്. നീ ഇടയ്ക്കിടയ്ക്ക് മക്കളുടെ ഫോണൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം വൈജയ്. അതിന് അവരുടെ ഫോൺ ലോക്കല്ലേ, അത് നമ്മുടെ മുന്നിൽ വെച്ച് തുറക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടണം. എന്നിട്ട് വേണം അവരുടെ പ്രൈവസിയിൽ കയറി എത്തി നോക്കി എന്നുള്ള പരാതി കേൾക്കാൻ. അവരെന്തൊക്കെ ചെയ്യുന്നു, എന്തൊക്കെ കാണുന്നു, ആരോടൊക്കെ സംസാരിക്കുന്നു എന്ന് നമ്മൾ കൂടി അറിഞ്ഞിരിക്കണം. നമ്മൾ അവരെ വാച്ച് ചെയ്യുന്നുണ്ട് എന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുത്താൽ മതി എന്ന് ബാലചന്ദ്രൻ പറയുന്ന നേരത്ത് നമ്മുടെ അലീൻ അങ്ങോട്ടേക്ക് വരും കേട്ടോ. എന്താടി, എന്തിനാ നീ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കാൻ കേട്ടോ വൈജ. അതെ, എനിക്ക് പള്ളിയിൽ പോകണമായിരുന്നു. ഓ, നിനക്ക് എവിടുന്ന് വന്നു ഇതുവരെ ഇല്ലാത്തൊരു ദൈവഭക്തി? ഇതുവരെ പള്ളിയിൽ പോകണമെന്ന് നീ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ നമ്മുടെ ബാലചന്ദ്രൻ പറയും, നിനക്ക് പള്ളിയിൽ പോകുകയല്ലേ വേണ്ടത്, നീ എപ്പോഴാന്ന് വെച്ചാൽ പൊക്കോ എന്ന് പറയണേ. അപ്പോഴും വൈജ ചോദിക്കുന്നുണ്ട്, അല്ലടി നിനക്ക് എപ്പോഴാ ഈ ദൈവഭക്തി തുടങ്ങിയത് എന്നുള്ള കാര്യം. അപ്പോഴും നമ്മുടെ ബാലചന്ദ്രൻ പറയും, നിന്നോട് ഞാൻ പൊക്കോളാൻ പറഞ്ഞല്ലോ എന്ന് പറയുമ്പോൾ അലീന അങ്ങ് പോവാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ വൈജയ്ക്ക് അങ്ങ് ദേഷ്യം പിടിക്കുകയാണ്. അല്ലേലും അവളുടെ കാര്യത്തിൽ ബാലചന്ദ്രൻ എപ്പോഴും ഇങ്ങനെയാ, എല്ലാത്തിനും സമ്മതം കൊടുക്കും. നീ അവളുടെ കാര്യം വിട്, അല്ലെങ്കിൽ തന്നെ മക്കളുടെ ഫോൺ ചെക്ക് ചെയ്യാൻ നിനക്ക് കഴിയില്ലല്ലോ. പിന്നെ എന്തിനാ വൈജയ് ഇവിടുത്തെ വേലക്കാരിയുടെ പ്രൈവസിയിൽ കയറി നീ ഇടപെടുന്നേ? അത് പിന്നെ അവള് റെസ്റ്റ് എടുക്കാതെ അലഞ്ഞു തിരിഞ്ഞു നടക്കുവല്ലേ. വിട്. ഏതായാലും നമുക്ക് നമ്മുടെ മക്കളെ പറ്റിയിട്ട് സംസാരിക്കാം. ഏതായാലും എന്നോട് രോഹിത് അധികം സംസാരിക്കാറില്ല, അതിന് നിങ്ങൾ അവനെ അടിച്ചിട്ടല്ലേ എന്ന് വൈജ ചോദിക്കുമ്പോൾ അതിന് തക്കതായ കാരണമുണ്ട് വൈജയ്. അവനെ അലീനയോട് അത്ര നന്നായിട്ടല്ല പെരുമാറിയത് എന്ന് പറയുമ്പോൾ വൈജയ്ക്ക് അത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റണില്ല കേട്ടോ. വൈജ പറയുന്നുണ്ട്, എന്തിനാ ഇങ്ങനെ കള്ളത്തരം പറയുന്നേ? അത് സ്വന്തം മകനെ കുറിച്ച്. അവൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്യുന്നവനല്ല. നീ അവനെ പറഞ്ഞൊന്ന് തിരുത്തി കൊടുക്കണം. എന്നെക്കാൾ പ്രൈവസി നിനക്കാണ് അവന്റെ കാര്യത്തിൽ. അപ്പൊ നീ വേണം പറഞ്ഞ് തിരുത്തി കൊടുക്കാൻ. ഞാൻ എന്തിനാണ് അവനെ അടിച്ചതെന്നും എന്തിനാണ് വഴക്ക് പറഞ്ഞതെന്നും അതൊരു വേണ്ടാത്ത കാര്യമായിപ്പോയി. അതിനെക്കുറിച്ച് ന്യായീകരിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് പറയാൻ കേട്ടോ നമ്മുടെ വൈജ. ഞാൻ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടല്ല അത് പറഞ്ഞത്, നീ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം, അത്രേ വേണ്ടൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബാലചന്ദ്രൻ എണീറ്റ് പോവാണ് കേട്ടോ. പിന്നീട് നമ്മുടെ അലീനയാണെങ്കിൽ പള്ളിയിലേക്ക് പോവാണ്. അവിടെ ഒരു വൃദ്ധസദനം കൂടിയാണ് കേട്ടോ. അപ്പോൾ അവിടേക്കുള്ള കുറേ പച്ചക്കറികളും പലചരക്ക് സാധനങ്ങളുമായിട്ട് പോവാണ്. അപ്പോഴേക്കും അവിടുത്തെ കന്യാസ്ത്രീകളൊക്കെ ഇറങ്ങി നോക്കുന്നുണ്ട്. ഇതൊക്കെ എന്താ? ഇത് കുറച്ച് അരി, ആട്ട, തേയില, പഞ്ചസാര എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഇവിടെ തീർന്നു പോയിരിക്കുകയായിരുന്നു. ആര് പറഞ്ഞു ഇവിടെ ഇങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടെന്ന്? അതെ, ഞാൻ മേരി മാതാ നഴ്സിംഗ് ഹോമിൽ കുറച്ച് ദിവസം അഡ്മിറ്റ് ആയിരുന്നു. അവിടെയുള്ള ഒരു നഴ്സ് എന്നോട് പറഞ്ഞിരുന്നു ഇവിടെ ഇങ്ങനെയുള്ളൊരു വൃദ്ധസദനം ഉണ്ടെന്നും അവിടെ ഒന്നും ആരും സഹായത്തിന് വരാറില്ല എന്നും. അതാ ഞാനിങ്ങ് പോന്നെ എന്ന് പറയണേ. ഓ, അങ്ങനെയാണോ എന്ന് ചോദിച്ചിട്ട് ആ ഓട്ടോക്കാരനോട് ആ സാധനങ്ങളൊക്കെ എടുത്തു വെക്കാൻ വേണ്ടിയിട്ട് പറയാണ്. ആ സമയത്ത് ഓട്ടോക്കാരൻ പറയുന്നുണ്ടേ, ഇതിന് വേറെ കൂലി തരണം. അതൊക്കെ തരാൻ ചേട്ടാ എന്ന് പറയുമ്പോൾ ആ കന്യാസ്ത്രീ പറയുന്നുണ്ട്, ഇതേ ഒന്ന് അകത്തേക്ക് എടുത്ത് വെച്ച് തരണം, ഇവിടെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പറയണേ. ഒന്ന് സഹായിച്ചേക്ക് ചേട്ടാ എന്ന് അലീന പറയുമ്പോൾ അയാൾ അത് കേട്ട് അടുക്കളയ്ക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എവിടുന്ന് വരുന്നു എന്ന് ചോദിക്കുമ്പോൾ കടപ്പാട്ടൂര് നെടുമ്പുരയ്ക്കൽ ബാലചന്ദ്ര മേനോൻ എന്ന് കേട്ടിട്ടുണ്ടോ? മേനോൻ സാർ അറിയാം, ജൗളിക്കടയും സ്വർണ്ണക്കടയൊക്കെ ഉള്ള ആളല്ലേ? മേനോൻ സാറിന്റെ മകളാണെന്ന് ചോദിക്കുമ്പോൾ അലീന അതേ എന്ന് പറയാണ്. ഇവിടെ എത്ര പേരുണ്ടെന്ന് ചോദിക്കുമ്പോൾ മൊത്തം 21 പേരുണ്ട്, അധികവും കിടപ്പിലായ രോഗികളാണ്. എന്താ കയറി നോക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഞാനൊന്ന് പള്ളിയിൽ പോയി വരാം. അപ്പോൾ പള്ളിയിലേക്ക് പോകും മുൻപേ ആ ഓട്ടോക്കാരൻ്റെ ചാർജ് എത്രയാണെന്ന് ചോദിക്കുമ്പോൾ അയാൾ അത് പറയാതെ ഇങ്ങ് തന്നേരേ, നിങ്ങളുടെ ഓട്ടോ ചാർജ് എത്രയാന്ന് പറയൂ എന്ന് അലീന പറയുമ്പോൾ നിങ്ങൾ വലിയ ജോലിക്കടയും സ്വർണ്ണക്കടയൊക്കെ ഉള്ള ആളുകളല്ലേ, ഒന്നും ചോദിക്കുന്നില്ല, ഇങ്ങനെ തന്നേരെ എന്ന് പറയണേ. നിങ്ങൾ ചാർജ് പറയുന്നേ എന്ന് പറയുമ്പോൾ 300 രൂപയാണെന്ന് പറയണേ. അപ്പോൾ കന്യാസ്ത്രീകൾ പറയുന്നുണ്ട് കേട്ടോ, ഇവിടേക്ക് വരുന്ന ഓട്ടോന് 100 രൂപയെ വാങ്ങിക്കാറുള്ളല്ലോ, അതിന് ഇത്രയധികം സാധനം ഞാൻ കൊണ്ടുവന്നല്ലോ, എങ്കിലും ഒരു 100 രൂപ കൂടി വാങ്ങിക്കാം, അതിൽ കൂടുതൽ കുറച്ച് കഷ്ടം തന്നെയാന്ന് പറയണേ. സാരമില്ല എന്ന് പറഞ്ഞാൽ അലീന ആ 300 രൂപ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഓട്ടോ ഡ്രൈവർ ചോദിക്കുന്നുണ്ട്, ചായ കുടിക്കാൻ എന്തെങ്കിലും ഒരു 50 രൂപയെങ്കിലും എന്ന് പറയുമ്പോൾ അതും കൊടുത്തിട്ട് പറയുന്നുണ്ട്, കള്ളു കുടിക്കരുത് എന്ന് പറഞ്ഞിട്ട് 350 രൂപ കയ്യിൽ വെച്ച് കൊടുക്കണേ. പിന്നീട് നമ്മുടെ രോഹിത് ഹരിയെ വിളിക്കട്ടോ. ഞാൻ ഇന്നലെയും മിനിയാന്നും നിന്നെ വിളിച്ചു, നീ ഫോൺ എടുക്കാത്ത എന്താന്ന് ചോദിക്കുമ്പോൾ ഹരി പറയുന്നുണ്ട്, ഞാനത് മനഃപൂർവ്വം എടുക്കാഞ്ഞിട്ടാ, അല്ലെങ്കിൽ നിന്നെ കേടുവരുത്തുന്നത് ഞാനാണെന്നുള്ള ഒരു സംസാരമുണ്ട്, അതുകൊണ്ടാന്ന് പറയുമ്പോൾ എന്ത് കോപ്പിലെ വർത്താനാടാ നീ പറയുന്നത്? അതെ, എന്നെ അലീന ഭീഷണിപ്പെടുത്തി എന്ന് പറയാണ്. എന്തിന്? എനിക്കൊരു ഡെഡ് ലൈനും തന്നു, 3 കാര്യങ്ങൾ പോസിറ്റീവായി പറഞ്ഞില്ലെങ്കിൽ
എന്ന് പറയുമ്പോഴേക്കും എന്തൊക്കെയാ ആ കാര്യങ്ങൾ ചോദിക്കാണ്. ഒന്ന്, ആ ഫോൺ എവിടെ പോയി എന്നുള്ള കാര്യം. 2, ഞാൻ അവളോട് സോറി പറയണമെന്ന്. 3, ഞാൻ നിന്നെയുമായിട്ടുള്ള കൂട്ട് അവസാനിപ്പിക്കണമെന്ന്. ഞാൻ പറഞ്ഞല്ലോ, ഞാനാണിപ്പോൾ എല്ലാത്തിനും കാരണം എന്ന് പറയാണ് ഹരി. ഇത് 3ഉം ഞാൻ പോസിറ്റീവായിട്ട് പറഞ്ഞില്ലെങ്കിൽ അവളെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ച കാര്യം ഇവിടെ എല്ലാവരോടും പറയുന്നാണ് അവൾ പറയുന്നതെന്ന് പറയുമ്പോഴേക്കും ഹരി പറയുന്നുണ്ട്, ഇനിയിപ്പോൾ അത് ആരാ അറിയാത്തത്? എൻ്റെ അച്ഛനും അമ്മയ്ക്കും അറിയില്ലല്ലോടാ. എനിക്കിപ്പോൾ ഒരു സംശയം, അവളത് അച്ഛനും അമ്മയോടും ഒന്ന് നീ ഫോണിന്റെ കാര്യം എന്ത് പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പുഴയിൽ എറിഞ്ഞു എന്ന് പറയാണ്. എന്നിട്ട് നീ സോറി പറഞ്ഞോ? സോറി എൻ്റെ പട്ടി പറയും എന്ന് പറയുമ്പോൾ ഹരി പറയുന്നുണ്ട്, നിനക്ക് സോറി പറഞ്ഞുകൂടായിരുന്നില്ലേ? 1, 2, 3 പോയ 2 വാക്കല്ലേ. നമ്മളെപ്പോഴും സേഫായി നിൽക്കാനാണ് ശ്രമിക്കേണ്ടത്. എന്തായാലും അത് വിട്ടേക്ക്. എന്തായാലും നീ അവളോട് സോറി പറഞ്ഞിരുന്നെങ്കിൽ അവൾക്കൊരു സിമ്പതി നിന്നോട് തോന്നുമായിരുന്നു. എവിടെ, അതും കളഞ്ഞു ഒളിച്ചു. നീ എന്തായാലും ഫോൺ കട്ട് ചെയ്യുമെന്ന് പറയണേ.